ഇന്നത്തെ വീഡിയോ നമ്മളന്ന് കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചത് എത്രയായെന്ന് കാണിക്കാനുള്ളതാണ്. അപ്പം ഇങ്ങനെ ഇത് 2-3 ഇലയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഡോളോമേറ്റൊക്കെ ഇട്ട് കൊടുത്തു, നമ്മുടെ കരിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ വെള്ള വെണ്ട, ആനക്കൊമ്പൻ വെണ്ട, പിന്നെ കുറച്ച് നമുക്ക് ചുമന്ന വെണ്ടയുണ്ട്. ഇതെല്ലാം ഞാൻ ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ മുറ്റത്തുള്ള കരിയിലയൊക്കെ വാരി എൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നും രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കും. ചൂടല്ലേ, ഇങ്ങനെ കുളത്തിൽ നിന്ന് കോരി ഒഴിച്ചാൽ മതി, അതുകൊണ്ട് നമുക്ക് പാടൊന്നുമില്ല. വെണ്ടയൊക്കെ എനിക്ക് കൃഷി ചെയ്യാൻ വലിയ പാടാണ്, ശരിക്കും കിളിക്കത്തില്ല. പിന്നെ എനിക്കിപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പം നല്ല രീതിയിൽ ഞാൻ എല്ലാം നോക്കുകയാണ്. ഇത് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് തക്കാളി തൈയാണ്. 6 മാസം വരെ വിളവ് തരുമെന്നാണ് പറഞ്ഞത്. ഇതാണെങ്കിൽ നമ്മുടെ ചുമന്ന പയറില്ലേ, അത് ഇത്രയായിട്ടുണ്ട്, ചുമന്ന വള്ളിപ്പയർ. അതൊക്കെ എനിക്ക് സ്ഥലമില്ലാത്ത കാരണം ഞാൻ വിചാരിച്ച് കുളത്തിൻ്റെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ നെറ്റൊക്കെ കെട്ടിയിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അന്ന് കുറച്ച് പടവലമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പന്തലൊക്കെ ഇടുന്ന നല്ല പണിയുണ്ട്. പിന്നെന്താ, കുറച്ച് അങ്ങോട്ട് സ്ഥലമുണ്ട്, ഇനി കുറേയൊക്കെ വയ്ക്കാനുണ്ട് അങ്ങോട്ട്. ഇങ്ങനെ കുളത്തിന് മണ്ടയ്ക്ക് വെച്ച് നമുക്ക് വെള്ളം ഒഴിക്കാനും പാടില്ല. പിന്നെ കുറച്ച് വലുതാകുമ്പോൾ എല്ലാം എടുത്ത് താഴെ വയ്ക്കണം. ഇങ്ങനെ മണ്ടയ്ക്കൂടെ നെറ്റൊക്കെ ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൗകര്യം. ഇതാണ് കുമ്പളമാണ്. നേരത്തെ എനിക്ക് നിത്യവഴുതനങ്ങ ഉണ്ടായിരുന്നു, അതെല്ലാം എൻ്റെ വള്ളിയൊക്കെ ഉണങ്ങിയത് അതിങ്ങനെ നിൽക്കുകയാണ്. അതിനകത്തൂടെ പിടിച്ച് ഇവരങ്ങ് കയറിയിട്ടുണ്ട്. ഇങ്ങനെ പൂവൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടൊരു പൂ വന്നു. അത് ഇനി കായൊക്കെ ആയി വരണം, അതൊക്കെ സന്തോഷമല്ലേ നമുക്ക്. ഈ നിത്യവഴുതനയുടെ ഒത്തിരി കായ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഒത്തിരി ഇങ്ങനെ അരി വരുന്നു. ഇനിയിപ്പം കുറച്ച് മഴയൊക്കെ ആകുമ്പോഴത്തേന് അരിയെല്ലാം താഴെ വീണിട്ടങ്ങ് കിളിച്ചോളും തനിച്ച്. ആദ്യമായിട്ട് പൂവിട്ടു, ഇങ്ങനെ മണ്ടക്കോട്ട് കയറിപ്പോവും. അതിനെല്ലാം കൂടെ ഒരു വള്ളി നമ്മുടെ നെറ്റ് വെച്ചിട്ട് കുളത്തിൻ്റെ മണ്ടയ്ക്കൂടെ നെറ്റ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോ കാണിക്കാവേ. ഇതാ നിത്യവഴുതനത്തിൻ്റെ വിത്താണ്, ഒരുപാട് ഉണങ്ങി നിൽപ്പുണ്ട്. നിത്യവഴുതനങ്ങ ആണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പറിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് പിന്നെ മെഴുക്കുവരട്ടിയൊക്കെ വയ്ക്കാൻ കൊള്ളില്ല. ഇതാണെങ്കിൽ നമ്മുടെ കുക്കുംബർ, പച്ച കളറിൽ കുക്കുംബർ, സ്നോ വൈറ്റ് കുക്കുംബറും ഉണ്ട്, ഇതിനകത്തൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ പിന്നെ വഴുതനങ്ങ, ഉണ്ട വഴുതനയാണ്. ഒരു 5-6 മൂടൊക്കെ ഉണ്ട് ഉണ്ട വഴുതനങ്ങ, നമ്മുടെ നീല ഉണ്ട വഴുതനങ്ങ. തക്കാളിയൊക്കെ പൂത്തിട്ടുണ്ട്. ഈ മുളകെല്ലാം നമ്മുടെ മുരടിച്ച് നിന്ന മുളകായിരുന്നു. ഞാൻ പിന്നെ ഒരു മരുന്നടിച്ച് അതിപ്പോൾ അതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇത് സൂര്യമുഖി എന്ന് പറയുന്നൊരു മുളകാണ്. പിന്നെ ഇതെല്ലാം ഉണ്ടമുളകാണ്, പാൽമുളക്, ഉണ്ട വെള്ളമുളക്, അതൊക്കെയാണ്. ചിലതൊക്കെ കായ്ച്ചു, പൂവിട്ടിട്ടുണ്ട്. മുരടിപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ടേ താമസിക്കും. ഇത് നമ്മുടെ ഒരു വെള്ളരിയാണ്, അത് കായിങ്ങനെ വരുന്നുണ്ട്, ഉണ്ടാവുമോയെന്നറിയില്ല. എന്തായാലും നല്ലതായിട്ട് ഇതെല്ലാം നോക്കി നടത്തുന്നുണ്ട്, ഉണ്ടാവുമായിരിക്കും. പിന്നെ നമ്മുടെ അന്ന് കുറച്ച് നട്ടിരുന്ന പടവലമൊക്കെ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. പടവലമൊക്കെ പൂവിട്ടു, കുറച്ച് പന്തലൂടെയൊക്കെ ഇട്ട് കൊടുക്കണം. തന്നെ കിളിച്ച് വന്നൊരു പയറാണ്, പുള്ളിപ്പയർ. പിന്നെ ഇത് നമ്മുടെ ആ മുന്തിരിപ്പയർ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്, അത് ഞാൻ പറിച്ചത്. നല്ല ടേസ്റ്റാണ്, അതൊത്തിരി നമുക്കുണ്ടാകും. മറ്റേ പേരയുണ്ട്. ഇത് നമ്മുടെ പാൽച്ചീരയും സുന്ദരിച്ചീരയും വിത്തിന് നിർത്തി, അതെല്ലാം വിത്തായിട്ടുണ്ട്, അല്ലെങ്കിൽ പറിച്ചെടുക്കണം. ഈ മാങ്ങയാണെങ്കിൽ നമ്മുടെ മണ്ടയ്ക്ക്
കൊഴിഞ്ഞ് വീണ് തുടങ്ങി. അതെല്ലാം ഞാൻ വെറുതെ കൊച്ചിന് വേണ്ടിയിട്ട് പിറക്കി വെച്ചത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.